നമ്മൾ എത്ര നല്ലവരായാലും ബാക്കിയുള്ളവരെ നമ്മൾ എത്രമാത്രം സഹായിച്ചാലും ചിലപ്പോൾ ആളുകൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ വിലമതിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഇത്രയേറെ ചെയ്തിട്ടും ആരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ഫീൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്. ഉണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ വിലമതിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു 6 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കാറുണ്ടോ? നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാത്ത പക്ഷം ബാക്കിയുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കും? നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണരുത്. എനിക്ക് വിലയില്ലല്ലോ എന്ന് ഉള്ള ചിന്ത ആദ്യം അതങ്ങ് മാറ്റിവെക്കുക. നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുക. ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്ത് എന്തിന് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണം? പകരം ഉള്ളതിനെക്കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെ താണ് വണങ്ങി എന്താ പറയണ്ടേ നമ്മൾ ഒത്തിരി അങ്ങോട്ട് കുമ്പിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം. ഈ വീഡിയോ കാണുന്ന ഇയാളോടാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അതായത് ബാക്കിയുള്ളവരെ ഒന്ന് സോപ്പിട്ട് ബാക്കിയുള്ളവർക്ക് വിഷമമൊന്നും തട്ടാത്ത രീതിയിൽ നിങ്ങൾ കുറച്ച് ഹേർട്ടായാലും കുഴപ്പമില്ല, അവർ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊരു ചിന്തയും സ്വഭാവവും ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഇപ്പം പറയാം. ഇപ്പം തന്നെ നിർത്തിക്കുക പരിപാടി. കാരണം വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ് തീരെ കൊടുക്കാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആദ്യം ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർ. നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീഡിയോ കാണുന്നത് നിങ്ങളോടാണ് കേട്ടോ. നിങ്ങളുടെ കാര്യം ചെയ്യാൻ നിങ്ങളേ ഉള്ളൂ. അപ്പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും വന്ന് ചെയ്തു തരുമോ? ഇല്ല. ഇപ്പുറത്തിലുള്ളവർ ആരെങ്കിലും വന്ന് ചെയ്യുമോ? ഇല്ല. നിങ്ങളുടെ കാര്യം ഫുൾഫിൽ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ബാക്കിയുള്ള ആൾക്കാർ തലക്കയറി ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കരുത്. എനിക്കതൊക്കെയാട്ടോ പറയാനുള്ളൂ. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അത് ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അടുത്ത പോയിൻ്റാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും അവൈലബിൾ ആകുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വില കിട്ടില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എന്തും എപ്പോഴും പറയാം എന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. എല്ലാവരും അങ്ങ് വന്ന് കൊട്ടിയിട്ട് പോകും. എന്താ പറയണ്ടേ, ഒരു ചെണ്ടയെപ്പോലെ. എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എസ് പറയേണ്ട കാര്യമൊന്നുമില്ല. പറ്റത്തില്ലാത്ത കാര്യമാണെങ്കിൽ എനിക്കത് പറ്റത്തില്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വരത്തുള്ളൂ. അല്ലാണ്ട് ഇഷ്ടമില്ലാത്ത കാര്യം, പറ്റാത്ത കാര്യം അത് ഞാൻ ചെയ്തേക്കാം, നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വയ്യാവേലി എടുത്ത് തല വെക്കേണ്ട കാര്യമുണ്ടോ? പറ്റാത്തതാണോ? ഇല്ലെന്നങ്ങ് പറഞ്ഞേക്കുക. അതങ്ങ് അപ്പോഴേ ഒഴിവാക്കി വിട്ടേക്കുക. മനസ്സിലായോ? നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സമയവും നിങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സമയമുണ്ടോ? അത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾക്ക് എനർജി ഉണ്ടോ? അത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ബൗണ്ടറീസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും റെസ്പെക്റ്റ് കുറയും കേട്ടോ. മൂന്നാമത്തെ പോയിൻ്റാണ് ഓവർ എക്സ്പ്ലനേഷൻ നിർത്തുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? ആരെയും പ്രീതിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാവരെയും പ്രീതിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? ഒരിക്കലും ഇല്ല. കോൺഫിഡൻ്റ് ആയുള്ള ആൾക്കാർക്കൊക്കെ ഈ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർക്കറിയാം ഞാൻ ചെയ്യുന്ന കാര്യം കൃത്യമാണ്, ഞാൻ ചെയ്യുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ഇത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വേണം. അത് നമ്മൾ ഇല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചിലപ്പം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അത് എന്തിനാണ് വേറെ ആൾക്കാരെ അറിയിച്ച് വെറുതെ കുളവാക്കുന്നത് അല്ലേ? അപ്പം ഓവർ എക്സ്പ്ലനേഷൻ നിർത്തുക. അടുത്ത പോയിൻ്റാണ് ഡിപ്പെൻഡൻസി കുറയ്ക്കുക. അമിതമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യമാണ് അതിൽ വേണ്ടത് സ്ട്രോങ് മൈൻഡ് സെറ്റ്. രണ്ടാമതൊരു കാര്യമാണ് വേണ്ടത് നമുക്ക് നമ്മുടേതായ ഒരു ജോബ്. ഈ 2 കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട വരികയില്ല. മനസ്സിലായോ? നല്ല ഒരു മനസ്സിന് ശക്തിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്ത് വന്നാലും മുന്നോട്ട് അല്ലേ, അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ട് നമുക്ക് നേരെ മുൻപോട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വേറൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരരുത്. അതില്ലാതെ ചെറിയൊരു വരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ പേടിക്കുന്നത്? നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ വരുമാന മാർഗ്ഗമൊന്നും ആകാതെ വീട്ടിൽ പിള്ളേരുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കി വീട്ടിലെ പണികളൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടൊരു മാറ്റം വരുത്തണം. ചെറിയ ഒരു കൈത്തൊഴിലെങ്കിലും ചെയ്ത് ഒരു ജോബ് അല്ലേ, ചെറിയ വരുമാനം മതി. നിങ്ങളുടെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വരുമാന മാർഗ്ഗം നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് വളരെ ഈസി അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. ചുമ്മാ ഒന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടംപോലെ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ചാനലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. നെക്സ്റ്റ് പോയിൻ്റാണ് കാം ആൻഡ് കോൺഫിഡൻറ്റ് ബിഹേവിയർ. നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും അലറി വലിയ സൗണ്ടിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാല്യൂ കിട്ടുമെന്നല്ലേ. അൺനെസസറി ആർഗ്യുമെൻ്റൊക്കെ അങ്ങ് ഒഴിവാക്കണം. കുറച്ച് മെച്യൂറായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അധികം ബഹളങ്ങളൊന്നുമില്ലാതെ, അധികം എന്താ പറയണ്ടേ, ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ വളരെ ശാന്തതയോടുകൂടി എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദേഷ്യമൊക്കെ കുറയ്ക്കാൻ നോക്കുക. അങ്ങനെ പിന്നെ പിള്ളേരെയൊക്കെ, ചില ആൾക്കാരുടെ പിള്ളേരെയൊക്കെ എടുത്തിട്ടടിച്ച് അല്ലേ ഒരുപാട് ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞൊക്കെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് അവരോടൊക്കെ കുറച്ച് കാമായി കുറച്ച് സ്നേഹത്തോടെയൊക്കെ ഒന്ന് പെരുമാറി അങ്ങനെ ശാന്തമായ ആളുകളിലാണ് നാച്ചുറലായിട്ട് റെസ്പെക്റ്റ് കൂടും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് ഒരു ഗ്രോ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 3-4 വർഷം മുന്നേ നിങ്ങൾ ജീവിച്ചിരുന്ന ആ സെയിം അവസ്ഥയിലാണോ ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുന്നേ നമ്മൾ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് പിള്ളേരുടെയും ഒക്കെ കാര്യമൊക്കെ നോക്കി ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കി വീട്ടിലിരിക്കുവാണെങ്കിൽ ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതിൽ നിന്ന് മാറ്റം വന്നോ? നിങ്ങൾക്ക് ജോലിയുണ്ടോ? നിങ്ങൾ എക്സ്ട്രാ ഇൻകം എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? അതോ പിള്ളേരുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും തൊഴിൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ പഴയ അതേ അവസ്ഥയിൽ തന്നെയാണോ? പഴയ അതേ അവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യമാണ് പുതിയ സ്കിൽസ് എന്തെങ്കിലും പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, അതുപോലെ വീഡിയോ എടുക്കുന്നത്, കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എഡിറ്റിങ്, ഇതൊക്കെ വളരെ സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാലും ഇത് പഠിച്ചെടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് പറ്റും. അപ്പം അങ്ങനെയുള്ള പുതിയ സ്കിൽസുകളൊക്കെ പഠിക്കുക. പിന്നെ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാറ്റിയെടുക്കുക. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ അത് കാലക്രമേണ മെല്ലെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. അതുപോലെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒരു മാറ്റം വരുന്നു എന്ന് ബാക്കിയുള്ളവർക്ക് കാണുമ്പം അവർക്ക് തോന്നുമ്പം നമ്മളിൽ ഒരു റെസ്പെക്റ്റൊക്കെ കൂടും. ഗ്രോത്താണ് നമ്മുടെ വാല്യൂ കൂട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളുടെ വില മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതുപോലെ ആയിരിക്കും ബാക്കിയുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് മുതൽ മാറ്റം വരുത്തണമെന്ന് തന്നെ തീരുമാനിക്കുക. എന്നിട്ട് എഴുതി വെക്കുക. എന്തൊക്കെ എഴുതി വെക്കണം? എനിക്ക് ഉറപ്പായിട്ടും ബഹുമാനം കൊടുക്കും. ഞാൻ എൻ്റെ ബൗണ്ടറീസ് ഉറപ്പായിട്ടും സെറ്റ് ചെയ്യും. അതുപോലെ എന്നിൽ ഞാനൊരു ഗ്രോത്ത് കൊണ്ടുവരും. ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മെല്ലെ എഴുതി, ഗോൾസ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ എഴുതി വെച്ച് ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ചെറുത് മുതൽ വലുത് വരെയുള്ള ഓരോ കാര്യങ്ങളിലും നിങ്ങൾ മാറ്റം കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും അതുപോലെ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ മാറ്റം വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ അത് റിയലൈസ് ചെയ്യുക അല്ലേ. അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, ടേക്ക് കെയർ.